ഹലോ ഫ്രണ്ട്സ്, മഴനൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തി രാത്രി തന്നെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, നാളെ രാവിലെ അമ്മയ്ക്കുള്ള മെഡിസിൻ വാങ്ങണം, മറന്നു പോകരുതെന്ന് പറയാം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, തുണ്ടെടുത്തോ, ഞാൻ നാളെ രാവിലെ ഓർത്തില്ലെങ്കിലോ ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ തന്നേരെ, അതേ ഇപ്പം എൻ്റെ പേഴ്സിലുണ്ട് എന്ന് എടുക്കുമെന്ന് പറയാം. അങ്ങനെ ബാലചന്ദ്രൻ വൈജയന്തിയുടെ പേഴ്സ് എടുത്ത് തുറന്നു നോക്കുകയാണ്. തുറക്കുമ്പോൾ തന്നെ പേഴ്സ് താഴെ പോവാട്ടോ. അതിൽ നിന്ന് മോതിരവും പണവും ഒക്കെ താഴെ വീഴുന്നുണ്ട്. നോക്കുമ്പോൾ കാണാതെ പോയ ആ മോതിരവുമാണ് താഴെ കിടക്കുന്നത്. അങ്ങനെ വൈജയന്തി അത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തായിരുന്നു എന്ന് വിചാരിച്ചിട്ട് പോലും വൈജയന്തിക്ക് ഒരു ഭാവവും മാറ്റവും ഇല്ല. പക്ഷേ അത് കുനിഞ്ഞെടുത്തിട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഇത് നിന്റെ കാണാതെ പോയ മോതിരമല്ലേ? ആ അതെ, അത് തന്നെയാ. ഇതിന് വേണ്ടിയിട്ടാണോ നീ ആലീനെ കള്ളിയാക്കാൻ നോക്കിയത്? എന്നിട്ട് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നീ ഉണ്ടാക്കിയത്? എല്ലാവരും നീ സംശയിച്ചില്ലേ? പോരാഞ്ഞിട്ട് പോലീസിനെ വരെ വിളിക്കണമെന്ന് ഒക്കെ നീ പറഞ്ഞതാണല്ലോ. പിന്നെ ഒരു സാധനം കാണാതെ പോയി എന്ത് ചെയ്യാൻ പറ്റും? പോലീസിനെ വിളിച്ചല്ലേ പറ്റൂ. പക്ഷേ നിൻ്റെ ഈ സ്വഭാവം അത്ര നല്ലതല്ല കേട്ടോ. ഒരാളിനെ വെറുതെ ഒരു കള്ളിയാക്കാൻ നോക്കി. നാളെ തന്നെ നീ ഒരു കാര്യം ചെയ്തോ, അവളോട് ക്ഷമ ചോദിക്കുമെന്ന് പറയാം. ഞാനോ ആ വേലക്കാരിയിട്ടോ? അതിനെന്താ കുഴപ്പം? അവൾ ജോലിക്കാരിയായിട്ട് നീ കാണണ്ട. പിന്നെ നീ ഒരു കാര്യം ഓർത്തോ, തെറ്റ് ചെയ്യാതെ ഒരാൾ കള്ളിയാക്കരുത്. തെറ്റ് ചെയ്തിട്ട് കളിയാക്കുന്നത് പോലെ അല്ല തെറ്റ് ചെയ്യാത്തവർ നിരപരാധികളെ ശിക്ഷിക്കുന്നത്. അതിൻ്റെ വേദന നിനക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ കേട്ടോ എന്ന് പറയാം. എനിക്കതിനൊന്നും പറ്റത്തില്ല. കളവ് പോയെങ്കിൽ കിട്ടിയിട്ടുണ്ട്, എനിക്ക് സമാധാനമായി, അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് അവർ കയറി കിടന്നുറങ്ങാം. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇത്രയും സമയമായല്ലോ, നീ അവളോട് പറഞ്ഞോ മോതിരം കിട്ടിയ കാര്യം? ഞാൻ പറഞ്ഞില്ല, സമയമ്മ പറയാം. നിൻ്റെ തോന്നിയ സമയത്താണോ പറയേണ്ടത്? ആ കൊച്ച് എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. അപ്പോൾ അലീന കറികളൊക്കെ ആയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണ് കേട്ടോ. ഉടനെ മക്കളോടൊക്കെ പറഞ്ഞു, നിങ്ങളെല്ലാവരും അറിഞ്ഞോ അമ്മയുടെ മോതിരം കിട്ടി? പിന്നെ അത് സ്വന്തം പേഴ്സിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ആണോ അമ്മയെന്ന് ചോദിക്കുക. അതെ. അപ്പോൾ അലീനയോടും അതുപോലെ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീനെ ഒരു കാര്യം അറിഞ്ഞോ നീ? ഇല്ല, എന്താ സാർ? പിന്നെ ഇവിടുന്ന് കാണാതെ പോയ മോതിരമില്ലേ, അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരി, എന്തായാലും സന്തോഷം, കിട്ടിയല്ലോ. എന്താ നിനക്കൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? അല്ല, നിന്നെ ഇവിടെ കള്ളിയായിട്ട് ഇവിടെ സംശയിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് സോറി പറയാം എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയാട്ടോ. എന്തായാലും വൈജയന്തി പറയില്ല എന്നറിയാം. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് പെട്ടെന്ന് ഒരു ഇത് തോന്നുന്നുണ്ട്. അപ്പോൾ അലീന പറയാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ, എന്തിനാ എന്നോട് സോറി പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഒരു സാധനം കളവ് പോയാൽ എന്നെ സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഈ വീട്ടിലിപ്പോൾ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഞാൻ മാത്രമല്ലേ, അതുകൊണ്ടൊക്കെ സ്വാഭാവികം തന്നെയാണ് എന്നും പറഞ്ഞിട്ട് പോവാം. അപ്പോൾ തന്നെ ബാലചന്ദ്രന് അത്ഭുതം തോന്നുന്നു കേട്ടോ, ആ കുട്ടിയുടെ ഈ ഒരു സ്വഭാവ രീതി കണ്ടിട്ട്. എന്നിട്ട് വൈജയന്തി മൂത്തൂക്ക് നല്ല വഴക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ അവളോടൊന്ന് സോറി പറയാൻ പോവാൻ? നാണമില്ലാതെ. പിന്നല്ലാണ്ട് തെറ്റ് ചെയ്യാതെ ആ കുട്ടി തെറ്റുകാരിയാക്കാൻ നോക്കിയവളല്ലേ നീ? അപ്പോൾ മോതിരം കണ്ടുപിടിക്കുമ്പോൾ ഒന്നേ അവളോട് പറയണമായിരുന്നു കിട്ടിയെന്നുള്ളത്, ഇല്ലെങ്കിൽ അവളോട് ക്ഷമ ചോദിക്കണമായിരുന്നു. ഇതിപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ചോദിച്ചത് എന്ന് ബാലചന്ദ്രൻ പറയാം. എന്നിട്ട് അവളുടെ ഭാവമാറ്റം കണ്ടില്ലേ, എന്തോ ഒരു പ്രതികരണം എല്ലാം നിൽക്കുന്ന കണ്ടില്ലേ, അതാ ക്വാളിറ്റി എന്ന് പറയണത്. എന്തായാലും അവൾ നല്ലൊരു കുട്ടിയാണ്, അവളുടെ അന്തസ്സ് കൊണ്ട് അവൾ മിണ്ടാകുന്നത്, മനസ്സിലായോ എന്നും പറയാട്ടോ. എന്നിട്ട് നേരെ മുറിയിലേക്ക് ചെന്ന് കൃഷ്ണ ഈ കാര്യമെല്ലാം മുത്തശ്ശിയോട് പറഞ്ഞു കൊടുത്തു കേട്ടോ. മോതിരം കിട്ടിയ കാര്യമല്ല. കൃഷ്ണയ്ക്ക് നല്ല വിഷമമുണ്ട്. കൃഷ്ണൻ പറയുകയും ചെയ്യുന്നുണ്ട്, പാവം ആ ജോലിക്കാരി ചേച്ചിയെ കള്ളിയാക്കണ്ടായിരുന്നു എന്ന് വിഷമിച്ച് പറയാം. അങ്ങനെ മുത്തശ്ശി ഈ കാര്യം അറിഞ്ഞു. അങ്ങനെ ജോലിക്ക് പോവാൻ ബാങ്കിലേക്ക് ഇറങ്ങാൻ നേരത്ത് വൈജയന്തി നേരെ അമ്മയെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നീ പോവാണോ? അല്ലേടി? അതെ, ഞാൻ പോവാം. അമ്മ എന്താ കഴിച്ചിട്ട് മുഖമൊന്നും കഴുകാത്ത എച്ചിൽ പാത്രമൊക്കെ ഇവിടെ ഇരിക്കുന്നല്ലോ, അലീന എന്തെന്ന് ചോദിക്കുക. അവൾ ഇതൊക്കെ തന്നിട്ട് പോയി, അവൾ അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതൊക്കെ ചെയ്തോളും. അങ്ങനെ തോന്നുമ്പോൾ ചെയ്താൽ പോരാ, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി വെക്കണ്ടേ, അമ്മയുടെ വായൊക്കെ തുടച്ചു തരണ്ടേ. എടി അലീനെ ഇവിടെ വാടി എന്നും പറഞ്ഞ് അലീനെ കിടന്ന് വിളിക്കുക. അങ്ങനെ അലീന വന്ന പാടെ അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇതൊക്കെ ചെയ്യാതെ? അതൊക്കെ ഞാൻ ചെയ്തോളാം, കഴിച്ചുകൊണ്ടിരുന്നതല്ലേ മുത്തശ്ശി, ഞാൻ അവിടുത്തെ ജോലി കഴിഞ്ഞ് വന്നുകൊണ്ട് ഇത് ചെയ്യുമല്ലോ, നിൻ്റെ തോന്നിയവാസം ചെയ്താൽ പോരാ, എടുത്തുകൊണ്ട് പോയി കഴുകടി എന്ന് പറയാം. അപ്പോൾ തന്നെ മുത്തശ്ശി ചോദിക്കുക, എടി കളഞ്ഞു പോയ മോതിരം കിട്ടിയോ? കിട്ടി. പിന്നെന്തേ നീ ഇങ്ങനെ നിൽക്കുന്നേ? ഞാൻ പിന്നെ എങ്ങനെ നിൽക്കണമെന്നാ? അറിഞ്ഞുടനെ ഇവിടെ വന്ന് കൊടുത്ത് തന്നു അല്ലേ ഇവള് എന്നും പറഞ്ഞ് അലീനയെ ചെറിഞ്ഞു നോക്കുക. മുത്തശ്ശി പറയുന്നുണ്ട്, നീ അവളെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനിത് അറിഞ്ഞത് കൃഷ്ണയുടെ കയ്യിൽ നിന്നാണ്, കൃഷ്ണയാണ് ഇവിടെ വന്ന് പറഞ്ഞത്. ശരി, എന്തായാലും എനിക്കിവളെ ഇപ്പോൾ വിശ്വാസമൊന്നും ഇല്ല, എല്ലാവരും കൂടെ എടുത്ത് തലയിൽ വെക്കണ്ട. നീ എന്താ അവളെ വിശ്വസിക്കാത്ത കാര്യം? അവൾ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇല്ലേ എനിക്കറിയില്ല. ഏതോ പഴിച്ച സന്തതിക്കുണ്ടായതല്ലേ, നിന്നെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് വീണ്ടും സങ്കടം വരുവാട്ടോ. എന്നിട്ട് ഉടനെ പറയാം, ആ കൊച്ചിനാണെങ്കിൽ സ്നേഹിക്കാനോ മിണ്ടാനോ പറയാനോ സ്വന്തമായിട്ട് ആരുമില്ല. പിന്നെ നിനക്ക് നിൻ്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ, നിനക്ക് നിൻ്റെ മോള് പോലെ അവളെ നോക്കിക്കൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലൊരു കുളിർമയൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ. എൻ്റെ മോളെ പോലെയോ? ഇവളെയോ? ആരാ പ്രസവിച്ചത്, എങ്ങനെയാണ് പ്രസവിച്ചത് ഒന്നും അറിയത്തില്ല, എവിടെയോ കിടന്നു ഒരുത്തി അനാഥയായിട്ട് വളർന്നു, അവളെ ഞാൻ എൻ്റെ മോളെപ്പോലെ നോക്കണമെന്നോ? അമ്മ ഒന്നും മിണ്ടാതിരുന്നേ എന്ന് ചോദിച്ചിട്ട് അങ്ങ് കളിയാക്കാട്ടോ. അല്ലെങ്കിൽ തന്നെ
ഇങ്ങനെയൊക്കെ ഉള്ളത് ഞാനാണ് ജോലിക്കാരി സെലക്ട് ചെയ്യാൻ പോയതെങ്കിൽ ഇവളെ കൊണ്ട് വരുമായിരുന്നോ? ഒരിക്കലും വരില്ല. അച്ഛൻ ഇവളെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ ചെന്ന് കാര്യങ്ങൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, കണ്ണും കൈയും കാണിച്ച് അച്ഛനെ കരഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്, എനിക്ക് ആരുമില്ല മുത്തശ്ശ, എന്നെ വീട്ടിൽ നിർത്തണമെന്ന്. അങ്ങനെയാവും ഇവിടെ വന്നത്. പിന്നെ മനു അല്ലേ കൂടെ പോയേ? ബാലേന്ദ്രൻ്റെ കാര്യം പറയാനുണ്ടോ? മനുവിനൊക്കെ തൊലി വെളുപ്പ് കണ്ടാൽ മതിയല്ലോ, പ്രായം അതാണല്ലോ, അങ്ങനെ വലിച്ചെഴുന്നുകൊണ്ട് വന്നതാ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. പോയാഞ്ഞിട്ട് അവർ പറയാം, നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? നിൻ്റെ അമ്മ ആരാന്ന് പോലും നിനക്കറിയോ? ആരുമില്ലാത്തവൾ എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. എനിക്ക് പറയണമെന്നുണ്ട് അമ്മ ആരാന്ന്, പക്ഷേ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അലീനയ്ക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കണം, പിഴച്ച് നിങ്ങൾ എപ്പോഴും പറയാനുണ്ടല്ലോ, ആരാ പിഴച്ചവൾ? ഞാനാണോ? എന്നെ പ്രസവിച്ച സ്ത്രീയല്ലേ പിഴച്ചവൾ? ഞാൻ എങ്ങനെ തെറ്റുകാരിയാവും? എടി നീ തെറ്റുകാരിയില്ലോ, അതൊന്നും എനിക്കറിയണ്ട. നീ എങ്ങനെയുള്ളവളാണെന്ന് നിനക്കറിയോ? അറിയില്ലല്ലോ. നിൻ്റെ അമ്മ ആരാണെന്ന് നിനക്കറിയോ? ഇല്ലല്ലോ. എന്നിട്ടാണ് അവൾ സംസാരിക്കുന്നത്. അമ്മ ആരാന്നറിയാമെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അലീന തളർന്ന് നിൽക്കുക കേട്ടോ. അവസാനം അവർ ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട്. അലീനയോട് മുത്തശ്ശി സമാധാനപ്പെടുത്തും, മോള് ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ, എനിക്കൊരു വിഷമവും ഇല്ല മുത്തശ്ശി എന്ന് പറയാം. അങ്ങനെ പിന്നെ നമ്മുടെ ചിന്നുകുട്ടിയെ കാണിക്കട്ടോ. ചിന്നുകുട്ടി പാവം ഭയങ്കര സങ്കടത്തിലാണ്. കേക്കും ബലൂണും ഒക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ രേവതി ചേച്ചിയും അലീന ചേച്ചിയും കാത്തു തന്നെയാണ് മനസ്സിരിക്കുന്നത്. ഇത്രയും ദിവസമായിട്ടും ആ മനസ്സിൽ നിന്ന് അതൊന്നും പോയിട്ടില്ല. രാത്രിയാകുമ്പോൾ അവരെ തന്നെ സ്വപ്നം കണ്ട് നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ജോലിക്ക് നിൽക്കുന്നവരും സിസ്റ്റർമാരും വന്നത് ചിന്നുകുട്ടീനെ ഒരുപാട് സമാധാനിപ്പിക്കുക കേട്ടോ. വിഷമിക്കുന്ന മോളെ, നാളെ അവർ വരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ ചിന്നുകുട്ടി എന്നും രാത്രി ഇവർ സ്വപ്നം കാണുകയും അടുത്ത് വന്ന് നിൽക്കുകയും ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ട് ചാടി എണീച്ച് കരച്ചിലാണ്. അങ്ങനെയാണ് ആ കുട്ടിയുടെ അവസ്ഥ. അതേപോലെ അവിടെ രേവതി ഏറ്റവും സന്തോഷവതിയായിട്ട് കഴിയാണ്. ഗേസമ്മയുടെയും മാമച്ചിൻ്റെയും സ്വന്തം മോളെ പോലെ അവർ കുറേ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കുക കേട്ടോ. അതെല്ലാം എടുത്ത് അത്ഭുതത്തോടു കൂടി രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല കൂടിയ നല്ല വിലയുള്ള ചുരിദാറൊക്കെ വാങ്ങിക്കൊടുക്കുക. അത് ഇട്ട് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. എടി മോളെ, നിനക്ക് എന്ത് നന്നായിട്ട് ചേരുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാവണം കേട്ടോ രേവതിക്കും. അത്രയ്ക്ക് നല്ല രീതിയിൽ അവരവിടെ വളരുന്നത്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻറ്റ് കൂടെ ചെയ്തേക്കണേ. താങ്ക്